ബേസിലും ടൊവിനോയും പറക്കുകയാണല്ലോ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എയറിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണോ സ്വന്തം കളിയാക്കൽ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അയക്കുക അതോ മറ്റുള്ളവർ അയച്ചു തരുമ്പോൾ ഷെയർ ചെയ്യാണോ? അല്ല, ഞങ്ങളെ കളിയാക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് നോക്കിയിരുന്ന് ചിരിക്കും. ആദ്യം റീല് കാണുമ്പോൾ ഞാൻ തന്നെ അവനെ അറിയിച്ചേക്കായില്ല. അത് പുതിയ റീലുകൾ വരുമല്ലോ, ട്രോളുകളായിട്ട് വരുമല്ലോ. ട്രോളുകൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ റീലുകളും സ്റ്റിക്കറൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും. അതുണ്ട്. അതുണ്ട്, പിന്നെ അത് വേണമല്ലോ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് നമ്മളെ കളിയാക്കുന്നതും ആയിട്ടുള്ള അത് ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോഴൊക്കെ അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂട്ടമായിട്ടിരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫണ്ണാണ്. നമ്മളാദ്യം നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ജെന്യൂൻ ഹ്യൂമർ അതിനകത്ത് ഉണ്ടെങ്കിൽ, നമ്മളെ കളിയാക്കുന്നതാണെങ്കിൽ ജെന്യൂൻ ഹ്യൂമർ ഉണ്ടെങ്കിൽ ആദ്യം ചിരിക്കും, എന്നിട്ടേ ഒഫൻഡഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് ആദ്യം അതിനകത്തുള്ള ഹ്യൂമറിൽ നമ്മൾ ചിരിച്ചതിന് ശേഷമേ അതിനകത്തുള്ളതിൽ നമ്മൾ ഒഫൻഡഡ് ആവുള്ളൂ. ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ. അല്ലല്ല, അതിന്റെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പറയണത് അങ്ങനെ ഒഫൻഡഡ് ആകുന്ന ഒരു ഈഗോയേക്കാൾ വലുത് എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഹ്യൂമർ സെൻസ് തന്നെയാണ്. ഹ്യൂമർ ആസ്വദിക്കാനുള്ള സെൻസ് തന്നെയാണ്. ഞാൻ കേട്ടൊരു കിംവദന്തി ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ ഒരു ഐ ടിക്കാരനാന്നുള്ളത് എല്ലാവർക്കും അറിയാം കേട്ടോ. ഇത് എന്താ പറയണത്, ഐ ടിക്കാരനാന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പല ആളുകൾക്കും അവരുടെ സ്വന്തമായ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു യങ് ആക്ടർക്ക് സ്വന്തമായൊരു വെബ്സൈറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരാൾ ടൊവിനോ ആണ്. അതിൻ്റെ ഒരു ടൊവിനോയുടെ താടിയുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്, പഴയ കുറേ ഫോട്ടോസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിൽ അപ്ഡേഷൻസ് വരുന്നില്ല. കിംവദന്തി ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ വെബ്സൈറ്റ്. ആരാണത് പറഞ്ഞത്? അങ്ങനെ ആണോ? ആക്ടറിന് വെബ്സൈറ്റിന്റെ ഒരു ഉപയോഗമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ IP അഡ്രസ്സോ എന്താ പറയാൻ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ വെബ്സൈറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവനത് ചെയ്ത് ഇട്ടോടെ. ഡൊമൈൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതന്നെ ഡൊമൈൻ, അതല്ലേ, അത് മേടിച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്താണ് അവിടെ കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ IT കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അഭിനയം പഠിച്ചത്. കാര്യം എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാനത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് അങ്ങനെയാണ് ആ ഡൊമൈൻ മേടിച്ചിട്ടത്. അത് കഴിഞ്ഞ് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ ചെയ്തു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമ നടന്ന എന്തിനാ വെബ്സൈറ്റ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇൻസ്റ്റഗ്രാം തന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അത് എൻ്റെ സിനിമകളുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും പുറത്തു വിടാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോറീസിലൊക്കെ ആണെങ്കിൽ ഞാൻ കാണുന്ന നല്ല കാഴ്ചകൾ ആളുകൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഇടുന്നത്. എനിക്കങ്ങനെ അല്ല, എനിക്കിഷ്ടമാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിട്ടു കഴിഞ്ഞു പോയി. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഞാൻ കൂടുതലും ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതലും ഗെയിം കളിക്കാനൊക്കെയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കും പിള്ളേരുടെ എല്ലാം മുന്നിൽ ആ ഗെയിമുകൾ എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ അത് ശരിയായ മെത്തേഡാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഗെയിമാണ് ഭയങ്കര രസമുള്ള ഒരു ഡിസ്ട്രാക്ഷൻ.